ഹായ് കൂട്ടുകാരെ, ഞാൻ സോണിയ മുബാറക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഹെയർ കെയർ ഹാക്ക് അല്ലെങ്കിൽ ഹെയർ കെയർ റൂട്ടീനാണ് കാണിക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ മുടിക്ക് നല്ല ഉള്ളു വെക്കാനും നല്ല നീളം വെക്കാനായിട്ടുള്ളൊരു നല്ലൊരു ഹെയർ ഓയിലാണിത്. മുടി വളരാൻ മാത്രമല്ല, നമുക്ക് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അത് മാറാനും നല്ലൊരു ഹെയർ ഓയിലാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഹെയർ ഓയിൽ ഇതാണ്. ഹെയർ ഓയിലിൻ്റെ പേര് സാറോഗ് എന്നാണ്. അപ്പോൾ സാറോഗ് എന്ന് പറഞ്ഞ ഹെയർ ഓയിൽ ഹെർബൽ ഹെയർ ഓയിലാണ്. അത് മാത്രമല്ല 100% നാച്ചുറലും ആണത്. ഈ ഓയിലിൽ കെമിക്കൽസും കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് നാച്ചുറലായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഓയിലാണ്. പിന്നെ ഇതിൻ്റെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ട് നമ്മളെ മുടി വളർന്നില്ല അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ മാറിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് മണി ബാക്കാണ്. നമുക്ക് ആ പൈസ അവർ തിരിച്ചു തരും. അപ്പോൾ അത്രയും ഉറപ്പ് അവർ ഈ ഹെയർ ഓയിലിന് പറയുന്നുണ്ട്. അപ്പോൾ യൂസ് ചെയ്തിട്ട് നല്ലതാണെന്ന് തോന്നിക്കൊണ്ടിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്ത് കാണിക്കുന്നത്. പിന്നെ ഈ ഓയിലിൽ അവർ ചേർത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഉലുവ, കറ്റാർവാഴ, ചെറിയ ഉള്ളി, പെപ്പർ, ഭൃംഗരാജ്, ആവണക്കണ്ണ, മൈലാഞ്ചി ഇല, കറിവേപ്പില, അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവർ ചേർത്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ മുടിൻ്റെ വളർച്ചയ്ക്ക് വളരെ നല്ല കുറേ ഇൻഗ്രീഡിയൻസ് തന്നെയാണത്. അപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ആ ഒരു ഓയിൽ കിട്ടുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ തലയിലുണ്ടാകുന്ന താരന് പിന്നെ നല്ല ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറാനൊക്കെ നമ്മൾ ഈ സാറോഗ് ഹെർബൽ ഓയിൽ നല്ലതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. നമ്മളുടെ മുടിയിൽ നന്നായിട്ട് അതിൻ്റെ കുറച്ച് ഡ്രോപ്സ് എടുത്തിട്ട് നമ്മളുടെ സ്കാലപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. മുടിയിലാണെങ്കിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യണത് ആഴ്ചയിൽ 2-3 ദിവസമാണ് യൂസ് ചെയ്യണത്. വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും യൂസ് ചെയ്താലും നല്ലതാണ്. അപ്പോൾ നമ്മൾ സ്കാലപ്പിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചാൽ, നല്ല മസാജ് ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതൊക്കെ തന്നെ നല്ലതാണ്. നമ്മൾ മുടി വളരാനൊക്കെ അങ്ങനെ മസാജ് ചെയ്യണതും ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സാറോക്കിൻ്റെ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതുപോലെ തന്നെ സ്ക്രീനിൽ ഞാൻ വാട്സപ്പ് നമ്പറും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് നല്ല കാച്ചി എണ്ണൻ്റെ സ്മെല്ലാണ് ഇതിന് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബോട്ടിൽ വന്നിക്കുന്നത് നമുക്ക് നല്ല ഡ്രോപ്സ് എടുക്കാൻ പറ്റിയ നല്ല രീതിയിലാണ് ഈ ബോട്ടിൽ വന്നിക്കുന്നത്. പിന്നെ തേച്ചിട്ട് അരമണിക്കൂർ വെക്കണതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ 10 മിനിറ്റായാലും 20 മിനിറ്റായാലും കുഴപ്പമില്ല. പക്ഷേ അരമണിക്കൂർ വെക്കണത് ഏറ്റവും നല്ലതായിരിക്കും. ഇത് മസാജ് ചെയ്തതിന് ശേഷം കുളിക്കുന്നതിന് മുമ്പാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അരമണിക്കൂർ വെക്കണത് വളരെ നല്ലതാണ്. അപ്പോൾ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതുകൂടാണ്ട് അതിൻ്റെ ഫോൺ നമ്പർ കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സാറോക്കിൻ്റെ ഹെർബൽ ഓയിൽ എന്തായാലും 100% നാച്ചുറലാണ്. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് അവർ മണി ബാക്ക് ഉറപ്പ് പറയണത്. അപ്പോൾ താരനുള്ളവരൊക്കെ ഇങ്ങനെ നന്നായിട്ട് സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മളിതെല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ കെമിക്കൽ ഉപയോഗിച്ചിട്ടുള്ള ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യാണ്ട് കുറച്ച് താളിയൊക്കെ യൂസ് ചെയ്ത് കുളിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മുടി വളരാനായിട്ട് ഹെയർ ഓയിൽ നോക്കുന്നുണ്ടെങ്കിൽ, മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും താരം പോകാനൊക്കെ ഹെയർ ഓയിൽ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ സാറോക്കിൻ്റെ ഹെർബൽ ഹെയർ ഓയിൽ നല്ല ഒരു ഹെയർ ഓയിൽ തന്നെയാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ തേച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടില്ലെങ്കിൽ എന്തായാലും മണി ബാക്കും കൂടി ഉള്ളതുകൊണ്ടിട്ട് എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇത് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്താൽ വളരെ നല്ലത് തന്നെയാണ്. അപ്പോൾ ഇത് ഡീറ്റെയിൽസ് എന്തായാലും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഫോൺ നമ്പറും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും നല്ലൊരു ദിവസം വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക്